ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മെത്തഡോളജി ഓഫ് റൈറ്റിംഗ് ഹിസ്റ്ററി എന്ന് പറയുന്ന പേപ്പറിലെ 4ാമത്തെ മൊഡ്യൂളാണ്. അപ്പോൾ ഇനി നമുക്ക് തീരാനുള്ളത് 4ാമത്തെ മൊഡ്യൂളാണ്. ഈ മൊഡ്യൂളിൽ പ്രധാനമായിട്ടും പറയുന്നത് റിസർച്ച് പേപ്പർ അല്ലെങ്കിൽ പ്രൊജക്ട് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, അതുപോലെ തന്നെ ഡിസേർട്ടേഷൻ, തിസിസ്, ഈ 2 ടേംസാണ്. അതായത് റിസർച്ച് പേപ്പർ, പ്രൊജക്ട് റിപ്പോർട്ട് ഇതൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പറയും. അതുപോലെ തന്നെ തീസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ ഡിസേർട്ടേഷൻ ഇതെന്താണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കുറച്ച് ടേംസ്, ഓറൽ ഹിസ്റ്ററി, ലോക്കൽ ഹിസ്റ്ററി, മൈക്രോ ഹിസ്റ്ററി, ലൈഫ് ഹിസ്റ്ററി, ഇങ്ങനെ ഒരു 4 ടേംസ് കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് 4th മൊഡ്യൂളിൽ പറയുന്നത്. ഇത് വളരെ കുറച്ചുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ തീർത്ത് പോകാനായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് വരുന്നത് റിസർച്ച് പേപ്പറാണ്. അപ്പോൾ എന്താണ് റിസർച്ച് പേപ്പർ എന്ന് നമുക്ക് നോക്കാം. റിസർച്ച് പേപ്പറിൻ്റെ മലയാളത്തിൽ ഗവേഷണ പ്രബന്ധം എന്നാണ് പറയുന്നത്. അതായത് കൂടുതൽ സൈദ്ധാന്തിക വിജ്ഞാനം ആവശ്യമായ ഒരു അക്കാദമിക് രചനയാണ് ഈ ഗവേഷണ പ്രബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വ്യക്തിപരമായിട്ട് പ്രത്യേക താല്പര്യമുള്ള വിഷയത്തിൽ നടത്തുന്ന ഒരു ഗവേഷണമാണിത്. വിഷയം, അതുപോലെ തന്നെ സോഴ്സുകൾ, ആശയം എന്നിവ സൂക്ഷ്മമായിട്ടുള്ള ഗവേഷണത്തിലൂടെ ആയിരിക്കണം നാം ഇതിന് വേണ്ടിയിട്ട് കണ്ടെത്തേണ്ടത്. അതുപോലെ തന്നെ ഈ ഗവേഷണ പ്രബന്ധം, നമ്മൾ തയ്യാറാക്കുന്ന ഗവേഷണ പ്രബന്ധം അല്ലെങ്കിൽ ഈ റിസർച്ച് പേപ്പർ എന്ന് പറയുന്നത് വിവരണാത്മകമോ അല്ലെങ്കിൽ അപഗ്രഥനാത്മകമോ ഒക്കെ ആയിരിക്കാം. പിന്നെ വിഷയത്തെക്കുറിച്ചിട്ട് ചരിത്രകാരന് വ്യക്തമായിട്ടുള്ള ധാരണയും പറയേണ്ട കാര്യങ്ങൾ ഫലപ്രദമായിട്ടുള്ള കഴിവും വേണം. ഇതൊക്കെ ഒരു ഗവേഷകൻ്റെ പ്രധാനമായിട്ടുള്ള ക്വാളിറ്റികളാണ്. ഓക്കെ, അപ്പോൾ ഗവേഷണ പ്രബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു വിഷയം സിമ്പിളാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സോഴ്സുകളൊക്കെ ശേഖരിച്ചിട്ട് പഠനം നടത്തുന്നത് തന്നെയാണ് ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവേഷണ പ്രബന്ധം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ചില സ്റ്റെപ്പുകളുണ്ട്. അപ്പോൾ ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു വെക്കുക. റിസർച്ച് പേപ്പർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് റിസർച്ച് പേപ്പർ എന്ന് എഴുതുക. അതായത് ഒരു പ്രത്യേക വിഷയത്തിൽ ചരിത്രകാരനൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ തെളിവൊക്കെ ശേഖരിച്ചുകൊണ്ട് സൂക്ഷ്മമായിട്ട് പഠനം നടത്തുന്നതിനാണ് ഗവേഷണ പ്രബന്ധം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗവേഷണ പ്രബന്ധത്തിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ഈ സ്റ്റെപ്പുകളാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ചൂസിങ് ദ ടോപ്പിക്കാണ്. അപ്പോൾ വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. വിഷയങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ ഗവേഷകന് തനിക്ക് കൂടുതൽ താല്പര്യമുള്ള വിഷയം എന്ത് ചെയ്യണം, തിരഞ്ഞെടുക്കണം. പിന്നീട് വിഷയം കൂടുതൽ വലുതോ അല്ലെങ്കിൽ, അതായത് ടോപ്പിക്ക് കൂടുതൽ വലുതോ അല്ലെങ്കിൽ ചെറുതോ ആവരുത്. ഓക്കെ, ടോപ്പിക്ക് വലുതാവാനും പാടില്ല, അതുപോലെ ചെറുതാവാനും പാടില്ല. ഓക്കെ, കാരണം ഈ വിഷയം ചെറുതായി കഴിഞ്ഞാൽ, ടോപ്പിക്ക് ചെറുതായി കഴിഞ്ഞാൽ നമുക്ക് ഗവേഷണം പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള സോഴ്സുകളും കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടൂല. ചെറിയ ടോപ്പിക്ക് എടുത്താൽ അതിലൊരു ഗവേഷണത്തിനുള്ള സ്കോപ്പ് നമുക്ക് ഉണ്ടാവില്ല. പിന്നെ വിഷയം കൂടുതൽ വലുതായി കഴിഞ്ഞാൽ എന്താണ്, ഗവേഷണം നമുക്ക് പൂർത്തീകരിക്കാനും കഴിയില്ല. അപ്പോൾ ഈ വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ സമയം, എല്ലാ കാര്യങ്ങളും നോക്കണം. നമുക്ക് ലഭ്യമായ സമയം, സാമ്പത്തികം, ഇതൊക്കെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഈ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തതെന്ന് പറയുന്നത് വിവര അന്വേഷണത്തിനെ കുറിച്ചാണ് രണ്ടാമത് പറയുന്നത്. അതായത് ലൊക്കേറ്റ് ദ ഇൻഫർമേഷൻ. അതൊരു വിഷയം തിരഞ്ഞെടുത്തു, ആ വിഷയത്തെ കുറിച്ചിട്ടുള്ള സോഴ്സുകൾ അന്വേഷിക്കുക. ലൊക്കേറ്റ് ദ ഇൻഫർമേഷൻ ആണ് രണ്ടാമത്തെ പോയിന്റ്. ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ വിവിധ തരത്തിലുള്ള സോഴ്സുകളിൽ നിന്നുമാണ് ഗവേഷണത്തിന് ആവശ്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. എൻസൈക്ലോപീഡിയ, വിവിധ അക്കാദമിക് രചനകൾ, ഗ്രന്ഥങ്ങൾ, ജേണലുകൾ, മാസികകൾ, പത്രങ്ങൾ, ഇവയിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത ടോപ്പിക്കിനെ കുറിച്ചിട്ട് വിവരങ്ങൾ അന്വേഷിക്കുക. അടുത്തെന്ന് പറയുന്നത് ഗ്രന്ഥസൂചി കാർഡുകൾ തയ്യാറാക്കലാണ്. പ്രിപ്പയർ ഫസ്റ്റ് ബിബ്ലിയോഗ്രാഫി തയ്യാറാക്കുക. അതായത് ഓരോ ഉപദാനത്തിനെ കുറിച്ചുമുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുന്നതാണ് ഗ്രന്ഥസൂചിക എന്ന് പറയുന്നത്. ഗ്രന്ഥസൂചിക എന്ന് പറയുന്നത് ഓരോ വിഷയത്തിനെ കുറിച്ചിട്ടുള്ള ഉപദാനങ്ങൾ, സോഴ്സുകളെ കുറിച്ചിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് ഇവിടെ നിന്നൊക്കെയാണ് സോഴ്സുകൾ ലഭിച്ചിട്ടുള്ളത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്തതെന്ന് പറയുന്നത് നോട്ട് കാർഡുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓരോ ഉപദാനത്തിൽ നിന്നും ലഭിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എഴുതി വെക്കാൻ ഉപയോഗിക്കുന്നവയാണ് നോട്ട് കാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഓരോരോ കാർഡിനും നമ്പർ കൊടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ 4 പോയിന്റ് പറഞ്ഞു. പക്ഷെ ഒരു വിഷയം സെലക്ട് ചെയ്യുക, രണ്ടാമത് വിവര അന്വേഷണം, മൂന്നാമത്തത് ഗ്രന്ഥസൂചി കാർഡ് തയ്യാറാക്കുക. ഗ്രന്ഥസൂചി കാർഡ് തയ്യാറാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ഉപദാനത്തിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക, ഓരോ സോഴ്സുകളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തുക. അതിനുശേഷം നോട്ട് കാർഡ് തയ്യാറാക്കുക. നോട്ട് കാർഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓരോ ഉപദാനത്തിൽ നിന്നും വിഷയവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എഴുതി വെക്കാനാണ് നോട്ട് കാർഡ് നമ്മൾ ഉപയോഗിക്കുന്നത്.
ഓക്കെ. അടുത്തെന്ന് പറയുന്നത് ഒരു രൂപരേഖ തയ്യാറാക്കുക. അത് പ്രിപ്പയർ ആൻഡ് ഔട്ട്ലൈൻ ഒരു രൂപരേഖ തയ്യാറാക്കുക ഈ ഗവേഷണത്തിൻ്റെ. അപ്പോൾ ഈ നോട്ട് കാർഡിലുള്ള വിവരങ്ങളൊക്കെ ഉപയോഗിച്ച് വിഷയം, ഉപവിഷയം, വിശദാംശങ്ങൾ ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഗവേഷണത്തിൻ്റെ ഒരു രൂപരേഖ തയ്യാറാക്കണം. അതിനുശേഷം കരട് പ്രബന്ധം എഴുതുക. അതായത് ഒരു റഫ് ഡ്രാഫ്റ്റ് എഴുതുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു കരട് പ്രബന്ധം എഴുതുക. ഈ നോട്ട് കാർഡിലും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഔട്ട്ലെറ്റൊക്കെ ഉപയോഗപ്പെടുത്തിയുണ്ട്. നോട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ സോഴ്സും ഉപദാനത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എഴുതി വെക്കുന്നതാണ്. അപ്പോൾ ഈ നോട്ട് കാർഡുകളും നേരത്തെ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ഔട്ട്ലൈനൊക്കെ ഉപയോഗിച്ച് കൊണ്ട് എന്ത് ചെയ്യണം, ഒരു റഫ് ഡ്രാഫ്റ്റ് എഴുതുക, അല്ലെങ്കിൽ ഒരു കരട് പ്രബന്ധം എഴുതുക. ഓക്കെ. അപ്പോൾ ഈ റഫ് ഡ്രാഫ്റ്റ് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മൾ ഉപദാനങ്ങളും അതിൻ്റെ വിവരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തണം. എല്ലാ ഉപദാനങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടായിരിക്കണം ഈ റഫ് ഡ്രാഫ്റ്റ് എഴുതേണ്ടത്. അപ്പോൾ അടുത്ത പോയിന്റ്, 7ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ റഫ് ഡ്രാഫ്റ്റിൻ്റെ പുനഃപരിശോധന. അതായത് കരട് പ്രബന്ധത്തിൻ്റെ പുനഃപരിശോധന. നമ്മൾ മുകളിൽ ഒരു കരട് പ്രബന്ധം എഴുതിയല്ലോ, ആ കരട് പ്രബന്ധം ഒന്നുകൂടെ ഒന്ന് പരിശോധിക്കുക. അതായത് റഫ് ഡ്രാഫ്റ്റിൻ്റെ പുനഃപരിശോധന പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ടത് വിട്ടുപോയ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, ഉണ്ടെങ്കിൽ അത് കൂട്ടിച്ചേർത്തുക. പിന്നെ അതുപോലെ തന്നെ വ്യക്തമാവാത്ത എന്തെങ്കിലും ആശയങ്ങൾ നമ്മുടെ റിസർച്ച് പേപ്പർ ഉണ്ടെങ്കിൽ അതിന് വ്യക്തത വരുത്തുക. പിന്നെ അക്ഷരത്തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്ത് ശരിയാക്കുക. പിന്നീട് ഗ്രാമറിക്കൽ അല്ലെങ്കിൽ വ്യാകരണപരമായിട്ടുള്ള ന്യൂനതകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക. ഇത്തരം പ്രശ്നങ്ങളാണ് കരട് പ്രബന്ധത്തിന്റെ പുനഃപരിശോധനയിൽ ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഗ്രന്ഥസൂചി കാർഡ് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതായത് ബിബ്ലിയോഗ്രാഫി തയ്യാറാക്കുക. നേരത്തെ ഒരു ബിബ്ലിയോഗ്രാഫി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് പ്രാഥമികമായിട്ടൊരു ബിബ്ലിയോഗ്രാഫി, ഈ റിസർച്ച് എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ഒരു ബിബ്ലിയോഗ്രാഫി, പ്രിലിമിനറി ബിബ്ലിയോഗ്രാഫി തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബിബ്ലിയോഗ്രാഫിയിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതുക. അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ടോ, പുതിയത് എന്തെങ്കിലും കൂട്ടിച്ചേർത്തിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് ഈ റിസർച്ച് അല്ലെങ്കിൽ കരട് രൂപം തയ്യാറാക്കി ഇതിന് ശേഷം, അല്ലെങ്കിൽ ഈ പ്രബന്ധം എഴുതി തീർന്നതിന് ശേഷം ഏതെല്ലാം ഉറവിടങ്ങളാണ് ഉപയോഗിച്ചത്, ഏതെല്ലാം ബുക്കുകളാണ് ഉപയോഗിച്ചത് എന്നെല്ലാം കൃത്യമായിട്ട് എഴുതണം. അത് ഗ്രന്ഥകർത്താവിൻ്റെ പേരിൻ്റെ അടിസ്ഥാനത്തിൽ അക്ഷരമാല ക്രമത്തിലാണ് ഇവിടെ എഴുതേണ്ടത്. ഓക്കെ. അടുത്തതെന്ന് പറയുന്നത് ടൈറ്റിൽ പേജ് അല്ലെങ്കിൽ ഉള്ളടക്കം അതൊക്കെ തയ്യാറാക്കുക. അതായത് തലവാചകവും ഉള്ളടക്കമാണ്. ടൈറ്റിൽ പേജ്, ഉള്ളടക്കം നിങ്ങൾ തയ്യാറാക്കുക. ടൈറ്റിൽ പേജാണ് പ്രബന്ധത്തിൻ്റെ ആദ്യ പേജ് എന്ന് പറയുന്നത്. ഇവിടെ പ്രബന്ധത്തിൻ്റെ വിഷയത്തിൻ്റെ പേര്, ഗവേഷണത്തിൻ്റെ പേര്, ഗവേഷകൻ്റെ പേര്, തീയതി, ഇതൊക്കെ ഉണ്ടായിരിക്കണം. ടൈറ്റിൽ പേജ് എന്ന് പറഞ്ഞാൽ പ്രബന്ധത്തിൻ്റെ ആദ്യ പേജാണ്. പ്രബന്ധ വിഷയത്തിൻ്റെ പേര്, ഗവേഷകൻ്റെ പേര്, തീയതി, ഇതൊക്കെ ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ ഉള്ളടക്കത്തെ കുറിച്ച് പറഞ്ഞു. ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ 2ാമത്തെ പേജാണ്. ഇതിൽ പ്രധാനപ്പെട്ട അധ്യായങ്ങൾ, ഇവയെ അധ്യായങ്ങളാക്കി മാറ്റുന്നത്, അതുപോലെ തന്നെ പ്രബന്ധത്തിൽ വരുന്ന പേജ് നമ്പറുകൾ, ഇതൊക്കെയാണ്. അതായത് പ്രബന്ധത്തിൻ്റെ ഒരു ഉള്ളടക്കം. നമ്മൾ പുസ്തകത്തിലൊക്കെ ഉണ്ടാവുള്ളൂ ഉള്ളടക്കം, അതുപോലെ തന്നെ ഉള്ളടക്കം എത്ര ടോപ്പിക്കുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പേജ് നമ്പർ എന്തൊക്കെയാണ്, അതുപോലെ ഒരു ഉള്ളടക്കം ഉണ്ടായിരിക്കണം. പിന്നെ ഇവിടെ പറയുന്നത് 10 അവസാന ഘട്ട പരിശോധനയാണ്. നമ്മൾ ഈ പ്രബന്ധം സമർപ്പിക്കുന്നതിന് മുമ്പ്, പ്രബന്ധം നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ റെഫർ ചെയ്യണം. കൃത്യമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ. ടൈറ്റിൽ പേജ്, ഉള്ളടക്കം, പാഠഭാഗങ്ങൾ, ഉദ്ധരണികൾ, പ്രധാന വിഷയങ്ങൾ, ആവശ്യമായിട്ടുള്ള ഫുട് നോട്ട്, ഇവയെല്ലാം ഉണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. അതുപോലെ ഗ്രന്ഥസൂചി, അവയുടെ വിശദാംശങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഈ പ്രബന്ധത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. ഏറ്റവും അവസാനം എന്ത് ചെയ്യണം, ഈ പ്രബന്ധം സമർപ്പിക്കുന്നതിന് മുമ്പ് ഈ പ്രബന്ധത്തിൻ്റെ ഒരു പ്രിൻ്റ് എടുത്തിട്ട് നമ്മുടെ കയ്യിൽ സൂക്ഷിക്കണം. അതിനുശേഷം ആയിരിക്കണം ഈ പ്രബന്ധം സബ്മിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഒരു ഗവേഷകൻ നടത്തുന്ന മുഴുവൻ ഗവേഷണ പ്രക്രിയയും ശാസ്ത്രീയവും സ്ഥിരവുമായിട്ടുള്ള ഒരു അവതരണമാണ് ഈ ഗവേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ റിസർച്ച് പേപ്പറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. റിസർച്ച് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൻ്റെ വിവിധ സ്റ്റെപ്പുകൾ, വിഷയത്തിൻ്റെ തിരഞ്ഞെടുപ്പ്, വിവരാന്വേഷണം, ഗ്രന്ഥസൂചി കാർഡുകൾ തയ്യാറാക്കുന്നത്, നോട്ട് കാർഡുകൾ തയ്യാറാക്കുന്നത്, രൂപരേഖ തയ്യാറാക്കൽ, കരട് പ്രബന്ധം എഴുതൽ, അതിനുശേഷം ഈ കരട് പ്രബന്ധത്തിൻ്റെ പുനഃപരിശോധന, അതിനുശേഷം ഈ കരട് പ്രബന്ധത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഗ്രന്ഥസൂചികളൊക്കെ തയ്യാറാക്കുക. പിന്നെ അതുപോലെ ടൈറ്റിൽ പേജിൻ്റെയും ഉള്ളടക്കത്തിൻ്റെയൊക്കെ പ്രാധാന്യം പറഞ്ഞു. പിന്നെ ഈ പ്രബന്ധം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫൈനൽ ചെക്ക് ചെയ്തിട്ട് വേണം ഇത് സബ്മിറ്റ് ചെയ്യാൻ. അതുപോലെ ഒരു കോപ്പി എടുത്ത് സൂക്ഷിക്കുകയും വേണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് റിസർച്ച് പേപ്പറിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് തീസിസ് ഓർ ഡിസേർട്ടേഷൻ. ഇതിൽ പ്രധാനമായിട്ട് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കുക തീസിസിനെ കുറിച്ചിട്ടായിരിക്കും.
ഓക്കെ, അപ്പോൾ എന്താണ് തീസിസ് എന്ന് പറയുന്നത്? റിസർച്ച് വർക്കിനേക്കാൾ കുറച്ചുകൂടി മുന്നിട്ട് നിൽക്കുന്ന ഒരു അക്കാദമിക് റൈറ്റിംഗ് ആണ് ഈ തീസിസ് എന്ന് പറയുന്നത്. അതായത് റിസർച്ച് പേപ്പറിൽ ചെറിയ രീതിയിലാണ് ഗവേഷണം നടത്തുന്നത് എങ്കിലും ഈ തീസിസിലേക്ക് വരുമ്പോൾ അത് കുറച്ചുകൂടെ ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുള്ള ഗവേഷണമായിരിക്കും ഉണ്ടായിരിക്കുക. ഒരു റിസർച്ച് പേപ്പറാണ് ഈ തീസിസ് എന്ന് പറയുന്നത്, ഒരു റിസർച്ച് പേപ്പറാണ്. പക്ഷെ ഒരു പ്രത്യേക സബ്ജക്റ്റിനെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ് ഈ തീസിസ് എന്ന് പറയുന്നത്. പഠിച്ച ശേഷം പുതിയ കാഴ്ചപ്പാടുകളോടെ അവതരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഈ തീസിസിൽ. തീസിസ് പ്രധാനമായിട്ടും ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തീസിസ് ചെയ്യുമ്പോൾ നിലവിലുള്ള ടോപ്പിക്കിനൊരു പുതിയ സംഭാവന നമ്മൾ തീർച്ചയായിട്ടും നൽകണം. ഈ തീസിസ് എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് വേർഡാണ്. പൊസിഷൻ ഓർ നിലപാട് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഓക്കെ, ഈ വാക്കിന് പകരം ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ഡിസേർട്ടേഷൻ എന്ന് പറയുന്നത്. ഡിസേർട്ടേഷൻ എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വാക്കിൽ നിന്ന് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അതിനർത്ഥം സംവാദം എന്നതാണ്. അപ്പോൾ എംഫിലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഡിസേർട്ടേഷൻ എന്ന് പറയുന്ന ടേമാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ PhD ഒക്കെ വരുമ്പോൾ അത് തിസിസ് ആവും. ഓക്കെ, മൗലികമായി നടത്തുന്ന ഒരു ഗവേഷണ പഠനത്തിൻ്റെ ഉൽപ്പന്നമാണ് ഈ തിസിസ് എന്ന് പറയുന്നത്. തിസിസ് വർക്കിന് വേണ്ടി മുൻകാലങ്ങളിലുള്ള പഠനങ്ങളെ വിശകലനം നടത്തണം. അതായത് നമ്മൾ തിസിസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മുൻകാലങ്ങളിൽ പഠിച്ചിട്ടുള്ള ഈ പ്രസ്തുത വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ വർക്കുകളും നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ട് വിശകലനം നടത്തേണ്ടതായിട്ടുണ്ട്. ഒരു തിസിസ് വർക്ക് എന്ന് പറയുന്നത് ഫോർമലാണ്. അതുകൊണ്ട് തന്നെ വർക്ക് നടത്തുമ്പോൾ ഗവേഷകന് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു ചെറിയ അറിവാണെങ്കിൽ പോലും കൃത്യമായ സ്ഥലത്ത് അത് കാണിക്കണം. അതായത് ഒരേ കാര്യം തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, തീസിസിൽ ആവർത്തിച്ച് വരാൻ പാടില്ല. ഒരു തവണ പറഞ്ഞ കാര്യം വീണ്ടും മറ്റൊരു പേജിൽ അങ്ങനെ ആവർത്തിച്ച് വരാനായിട്ട് പാടില്ല. ഓക്കെ, അതുപോലെ തന്നെ പ്രൊജക്റ്റ്, റിസർച്ച്, ഡിസേർട്ടേഷൻ ഒക്കെ വെച്ച് നോക്കുമ്പോൾ തീസിസ് എന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ റിസർച്ച് അല്ലെങ്കിൽ റിസർച്ച് പേപ്പർ, ഗവേഷണ പ്രബന്ധം എന്നൊക്കെ പറയുന്നത് ചെറിയ റിസർച്ചുകളെയാണ് പറയുന്നത്. ഇവയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ തീസിസ് എന്ന് പറയുന്നത് വളരെയധികം ലോങ് ആയിട്ടുള്ള ഒന്നാണ്. ഇപ്പോൾ PhD ഒക്കെ നമുക്കറിയാം, ചുരുങ്ങിയത് 5 വർഷമൊക്കെയാണ് ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പഠനം നടത്താനായിട്ട് എടുക്കുന്നത്. അതായത് ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ പഠനം നടത്തുന്നതിനെയാണ് തീസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു നിശ്ചിത വിഷയത്തിൽ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ നമ്മൾ തീർച്ചയായിട്ടും എഴുതേണ്ടതുണ്ട്. തീസിസ് തയ്യാറാക്കുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് പഠിച്ച് അതിനെ അനുകൂലിച്ചോ അല്ലെങ്കിൽ പ്രതികൂലിച്ചോ എഴുതേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രോസസ്സുകളൊക്കെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ റിസർച്ച് പേപ്പറിൻ്റെയൊക്കെ സെയിം പ്രോസസ്സ് തന്നെയാണ്. ഹൈപ്പോത്തിസിസിൽ തുടങ്ങി നമ്മുടെ ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ടോപ്പിക്ക് സെലക്ട് ചെയ്ത് തെളിവ് ശേഖരിച്ചിട്ട് ആ സെയിം രീതികൾ തന്നെയാണ് ഇവിടെയും എന്ത് ചെയ്യുന്നത്, നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. പിന്നെ ഈ തീസിസ് വർക്ക് ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് ഡാറ്റ കളക്ഷനാണ്. ഓക്കെ, തീസിസ് റൈറ്റിങ്ങിലൂടെയാണ് ഒരു ചരിത്ര വിദ്യാർത്ഥി ഒരു സ്കോളറായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ ഈ തീസിസ് വർക്ക് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ നമ്മൾ ഗവേഷണ പ്രബന്ധം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചെറിയ പ്രൊജക്ട് റിപ്പോർട്ടുകളൊക്കെ ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ തീസിസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പ്രൊജക്ട് റിപ്പോർട്ടിൻ്റെയും ഇതിനൊക്കെ സ്റ്റെപ്പുകളിൽ ഒരു കാര്യം പഠിച്ചാൽ മതി, നമുക്ക് എക്സാമിന് എല്ലാത്തിലും എഴുതാൻ പറ്റും. അപ്പോൾ ഈ തീസിസ് ചെയ്യുമ്പോൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഗവേഷകന് തനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യണം. അതായത് സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഗവേഷകൻ താൻ തിരഞ്ഞെടുക്കപ്പെട്ട ടോപ്പിക്കിൻ്റെ ചരിത്ര പശ്ചാത്തലം തീർച്ചയായിട്ടും അറിഞ്ഞെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന് ഈ ടോപ്പിക്കിനോട് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ ഈ ഗവേഷണവുമായിട്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളതാണ്. പിന്നെ തീസിസ് റൈറ്റിംഗിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് ഒരു ഗൈഡിൻ്റെ മാർഗനിർദ്ദേശം അനുസരിച്ചാണ് വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മുടെ PhDൻ്റെ കേസൊക്കെ എടുത്താൽ അറിയാം, ഒരു ഗൈഡിൻ്റെ അണ്ടറിലാണ് PhD ചെയ്യുക. ഇദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തിനനുസരിച്ചിട്ടാണ് വിദ്യാർത്ഥി എന്ത് ചെയ്യുക, തീസിസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നത്. പിന്നീട് നമ്മുടെ തീസിസ് വർക്ക് നമ്മൾ ചെയ്യുന്നത് കൊണ്ട്, പ്രസ്തുത ടോപ്പിക്ക് തീസിസ് വർക്ക് ചെയ്യുന്നത് കൊണ്ട് ഒരു പുതിയ ആശയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ള കാര്യം നോക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ പഠനത്തിലൂടെ സമൂഹത്തിന് എന്ത് ഗുണമാണ് നമുക്ക് നൽകാൻ കഴിയുക എന്നുള്ള കാര്യവും തീർച്ചയായിട്ടും നോക്കേണ്ടതുണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമുക്കിതിൽ പറയാനുള്ളത്
ഈ ഗവേഷണ പ്രബന്ധത്തിൻ്റെ അല്ലെങ്കിൽ തീസിസിൻ്റെ ഘടന എങ്ങനെയാണെന്നതാണ്. തീസിസ് എഴുതുന്ന ഒരു പ്രോസസ്സ്, അത് നമ്മൾ ഗവേഷണ പ്രബന്ധത്തിൻ്റെ സെയിം പ്രോസസ്സ് തന്നെയാണ്. അതായത് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യുക, അതിന് ശേഷം ലിറ്റററി റിവ്യൂ ഒക്കെ നോക്കി തെളിവുകളൊക്കെ ശേഖരിച്ച് ചരിത്രപരമായിട്ടുള്ള ടൂൾസൊക്കെ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, ഈ തീസിസ് എഴുതി തയ്യാറാക്കുക. ഇതാണ് ഇതിൻ്റെ രീതി എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ എഴുതി തയ്യാറാക്കുന്ന ഫൈനൽ ഡ്രാഫ്റ്റിന്, തീസിസ് ഫൈനലായിട്ട് എഴുതി തയ്യാറാക്കി ഒരു ബുക്ക് പോലെ ആക്കുമല്ലോ. അപ്പോൾ ഇതിന് 3 പാർട്ടുകളാണുള്ളത് ഈ തീസിസിന്. അതായത് തീസിസിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റിന് സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തെളിവുകളൊക്കെ ശേഖരിച്ച് എഴുതിയ ആ പ്രബന്ധത്തിന് 3 പാർട്ടുകളുണ്ട്, 3 ഭാഗങ്ങളുണ്ട്. അതിൽ ഫസ്റ്റ് ഭാഗത്തെ പ്രിലിമിനറി എന്നും, രണ്ടാമത്തെ ഭാഗത്തെ ടെക്സ്റ്റ് എന്നും, മൂന്നാമത്തെ ഭാഗത്തെ ടെക്സ്റ്റ് മെറ്റീരിയൽസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ 3 ഭാഗങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രിലിമിനറി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പേര് പോലെ തന്നെ ഇതിലെ ആദ്യത്തെ പാർട്ടാണ്. ഒരു തീസിസ് എഴുതി വെച്ചിട്ടുള്ള ബുക്ക് പോലത്തുള്ള ഈ തീസിസിൻ്റെ ഫസ്റ്റ് പാർട്ടിനെയാണ് പ്രിലിമിനറി എന്ന് പറയാം. ഇവിടെ എന്തൊക്കെ ഉണ്ടാകുമെന്ന് ചോദിച്ചാൽ, ഇവിടെ തലവാചകവും അതുപോലെ തന്നെ അക്നോളജ്മെൻറ്റ്, അതായത് നന്ദി പ്രസ്താവനയൊക്കെ ഉണ്ടാകും. അതായത് തീസിസിൻ്റെ ഫസ്റ്റ് പേജിൽ എന്തായാലും തീസിസിൻ്റെ ഹെഡിങ് ഒക്കെ ഉണ്ടാവുക. നിങ്ങൾ ആലോചിച്ചറിയാം, എന്തായാലും അതിൻ്റെ ഫസ്റ്റ് പേജിൽ ഹെഡിങ് ഒക്കെ ഉണ്ടാവുക. ഹെഡിങ് എഴുതിയ, അതായത് തീസിസ് എഴുതിയുള്ള പേര്, പിന്നെ അക്നോളജ്മെൻറ്റ്, സർട്ടിഫിക്കറ്റ്, ഇതൊക്കെയാണ് ഫസ്റ്റ് പ്രിലിമിനറി പാർട്ടിൽ എന്ത് ചെയ്യുക ഉണ്ടാവുക. ഓക്കെ. പിന്നെ രണ്ടാമത്തെ പാർട്ടിനെയാണ് ടെക്സ്റ്റ് എന്നറിയപ്പെടുന്നത്. ഈ ടെക്സ്റ്റിൽ ഉണ്ടാവുക നമ്മുടെ പ്രൊജക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷന്, പിന്നെ അതുപോലെ മെയിൻ ചാപ്റ്റേഴ്സ്, അതുപോലെ കൺക്ലൂഷൻ. പ്രൊജക്റ്റിൻ്റെ മെയിൻ കണ്ടൻസ് ആണ് ഈ ടെക്സ്റ്റ് പാർട്ടിൽ ഉണ്ടാവുക. അപ്പോൾ ഒന്നാമത്തെ പാർട്ട് പ്രിലിമിനറി പാർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ഹെഡിങ്ങും കാര്യങ്ങളും ഉണ്ടാവും. രണ്ടാമത്തേതിൽ ടെക്സ്റ്റ്, ഇവിടെ ഇൻട്രൊഡക്ഷന്, അതുപോലെ തന്നെ എന്താണ് ചാപ്റ്റേഴ്സ്, കൺക്ലൂഷൻ ഒക്കെയാണ് ഉണ്ടാവുക. പിന്നെ മൂന്നാമത്തെ പാർട്ടാണ് റെഫറൻസ് മെറ്റീരിയൽസ്. അപ്പോൾ റെഫറൻസ് മെറ്റീരിയൽസിൽ എന്താ മെയിനായിട്ട് ഉണ്ടാവുക, ബിബ്ലിയോഗ്രഫി. നമ്മൾ എവിടെ നിന്നൊക്കെയാണ് ഈ തീസിസ് എഴുതാൻ വേണ്ടിയിട്ട് ബുക്ക് ശേഖരിച്ചത് എന്നുള്ള കാര്യമാണ് ഈ റെഫറൻസ് മെറ്റീരിയൽസിൽ ഉണ്ടാവുക. അതിന് പുറമെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ അപ്പൻഡിക്സ്, ഗ്ലോസറി, മാപ്പുകൾ, ഇങ്ങനത്തെ കാര്യങ്ങൾ, ഫോട്ടോസ്, ഈ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവുക റെഫറൻസ് മെറ്റീരിയൽസിലാണ് ഉണ്ടാവുക. ഓക്കെ. റെഫറൻസ് മെറ്റീരിയൽസിൽ എന്തൊക്കെ ഉണ്ടാകുന്ന വേറെ ബിബ്ലിയോഗ്രഫി, അതുപോലെ തന്നെ അപ്പൻഡിക്സ്, ഗ്ലോസറി തുടങ്ങിയ സാധനങ്ങളൊക്കെയാണ് റെഫറൻസ് മെറ്റീരിയൽസിൽ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് ഒരു തീസിസിൻ്റെ അല്ലെങ്കിൽ ഡിസർട്ടേഷൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത്.